സൂര്യൻ കത്തി നിൽക്കുന്ന നട്ടുച്ച സമയം. വെള്ള പെയിന്റ് അടിച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വാർപ്പ് വീട്. ഉമ്മറത്തും വീടിനു ചുറ്റിലുമായി നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട് കാണുമ്പോൾ വല്ലാത്തൊരു മനോഹാരിതയുണ്ട്. അമൃത ആ വീട് വളരെ ഭംഗിയായും വൃത്തിയായുമാണ് സൂക്ഷിക്കാറുള്ളത്. ഉമ്മറത്തെ വെള്ള ടൈൽസ് ഒക്കെ പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതിരാവിലെ എണീറ്റ് മുറ്റമടിച്ച് വൃത്തിയാക്കുകയും വീട് നന്നേ വൃത്തിയായി സൂക്ഷിക്കുകയും വീട്ടിലെല്ലാ ജോലികളും ചെയ്യുകയും ഒക്കെ അമൃതയ്ക്ക് പതിവാണ്. തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീനെടുത്ത് ഉച്ചയ്ക്ക് മുളക് കൂട്ടാൻ വെക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് അടിവയറ്റിൽ നിന്ന് ഒരു വേദന തോന്നിയത്. പുളിയും മുളകും ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ച മത്തിയിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് മൂടി വെച്ച ശേഷം അവൾ വേഗം അവളുടെ റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൽ കയറി നോക്കിയപ്പോഴാണ് പീരീഡ്സ് എത്തിയിരിക്കുന്നത് കണ്ടത്. അത് കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് ചെറുതായി നിറഞ്ഞു. എത്ര കാലമായി താൻ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നു. അവളുടെ മനസ്സൊരു കുഞ്ഞിനായി വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുണ്ടാകാതിരിക്കുന്നതല്ല അവരുടെ രണ്ടുപേരുടെയും കുഴപ്പവുമല്ല. മനഃപൂർവ്വം അവളുടെ ഭർത്താവ് അമൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. എത്ര കാല് പിടിച്ച് അപേക്ഷിച്ചാലും അവൻ അതിന് തയ്യാറല്ല. അലമാര തുറന്ന് നാപ്കിന്റെ പൊതിയെടുത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവൾ അവളുടെ കണ്ണുനീർ ആരും കാണാതിരിക്കാൻ പതിയെ തുടച്ചു. നാപ്കിൻ വെച്ച് കഴിഞ്ഞ ശേഷം അവൾ തിരികെ വന്ന് കട്ടിലിലേക്ക് പതിയെ ഇരുന്നു. അടിവയറ്റിൽ നല്ല വേദനയുണ്ട്. അപ്പോഴാണ് അവൾക്ക് തലേന്ന് രാത്രിയിൽ കൂടി നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നത്. അവളും അവളുടെ ഭർത്താവും കൂടി നടന്ന ശാരീരിക ബന്ധം. അവന്റെ കാമത്തിന്റെ കനൽ കുറച്ചൊന്നടങ്ങി വരുമ്പോഴേക്കും അമൃത ആകെ ക്ഷീണിച്ചിരുന്നു. അവൾ ആകെ വാടിത്തളർന്നു പതിവിലും ക്ഷീണിതയായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം അവളിൽ നിന്നും അടർന്നു മാറി. അവൻ തിരിഞ്ഞു കിടക്കുമ്പോഴും അമൃതയുടെ വേദനയോ സങ്കടമോ മറ്റൊന്നും തന്നെ അമൽ ഒരു നോട്ടം കൊണ്ടുപോലും മനസ്സിലാക്കിയില്ല. അമലിനു വേണ്ടി എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാനും അവൾ തയ്യാറായിരുന്നു. ഭർത്താവിനെ ഒരു നോക്കുകൊണ്ടുപോലും ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാത്ത ഏറ്റവും നിഷ്കളങ്കയായ ഭാര്യ തന്നെയായിരുന്നു അമൃത. എങ്കിലും അമലിന്റെ ഭാഗത്തു നിന്ന് അവൾക്ക് യാതൊരു പരിഗണനയും തിരിച്ചു കിട്ടിയിരുന്നില്ല. അവനു വേണ്ടി എന്താവശ്യവും ചെയ്യാനും ചെയ്തു കൊടുക്കാനും അവൾ തയ്യാറായിരുന്നു. എപ്പോഴും അമലിന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ നോക്കി അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചു വരുന്ന ആരും തുണയില്ലാത്തൊരു നിസ്സഹായായ പെൺകുട്ടിയുടെ അവസ്ഥയായിരുന്നു അമൃതയുടെ ജീവിതം. ജോലി കഴിഞ്ഞു വന്ന് രാത്രി കിടപ്പറയിൽ അമൃത എന്ന തന്റെ ഭാര്യയിൽ സംതൃപ്തി അടഞ്ഞ ശേഷം അമൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കുമ്പോഴും ശരീരം അത്ര കണ്ട് വേദനിച്ചിട്ടും ഒരു കുഞ്ഞില്ലാത്ത വിഷമം ഉള്ളിലൊതുക്കി അവനോടൊരു വാക്കുകൊണ്ട് പോലും മറുത്തൊന്നും പറയാതെ അവന് കീഴടങ്ങി കൊടുക്കുമ്പോഴും അമൃതക്ക് പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. എന്തും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. ഒരു കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ ഇതോ ഇതിനപ്പുറമോ അവൾ സഹിക്കുമായിരുന്നു. എന്നാൽ അമലിന് അങ്ങനെ ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ എപ്പോഴും സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അമലിന്റെ 2 പെങ്ങന്മാരുടെയും വിവാഹം നേരത്തെ കഴിഞ്ഞതായിരുന്നു. മൂത്ത പെങ്ങൾക്ക് 3 കുട്ടികളും രണ്ടാമത്തെ പെങ്ങൾക്ക് 1 കുട്ടിയുമുണ്ട്. പിന്നെ വീട്ടിൽ അമ്മയുമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുവാനും പ്രാരാബ്ദങ്ങൾ തീർക്കാനുമായി ഓടി നടക്കുന്ന, അമ്മയുടെ വാക്ക് മാത്രം കേട്ട് ചലിക്കുന്ന അമൽ എന്ന ഭർത്താവ് താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവരെ പോലെ തന്നെ ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയെയാണെന്ന് ഒരിക്കൽ പോലും ഓർത്തില്ല. അത് കല്യാണം കഴിഞ്ഞു വന്ന രാത്രിയിൽ തന്നെ അമൽ അമൃതയോട് തുറന്നു പറയുകയും ചെയ്തിരുന്നു. നോക്കമൃത, ഞാൻ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. എന്റെ അച്ഛൻ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചത്. അതിനുശേഷം തുടർന്ന് പഠിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അന്നു മുതൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് എന്റെ അമ്മയും പെങ്ങന്മാരും ഇത്ര സന്തോഷത്തോടെ ഒന്നും അറിയാതെ ഇവിടെ ജീവിക്കുന്നത്. എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പാവമാണ്. അച്ഛനില്ലാത്ത എന്റെ 2 പെങ്ങന്മാർക്ക് അച്ഛന്റെ സ്ഥാനത്തും ഏട്ടന്റെ സ്ഥാനത്തും ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക എന്നത് എന്റെ കടമയാണ്. വീടുണ്ടാക്കിയതിലും അവരുടെ 2 പേരുടെ വിവാഹം കഴിച്ചു കൂട്ടിയതിലും എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. കൂടാതെ മൂത്ത പെങ്ങളുടെ 3 പ്രസവം കഴിഞ്ഞു. രണ്ടാമത്തെ പെങ്ങളുടെ 1 പ്രസവം കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ചോറൂണിനും നൂലുകെട്ടിനും പിറന്നാളിനും വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കൊടുത്തത്. അതെന്റെ കടമയാണ്. എല്ലാം കൂടെ ആയപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ എന്റെ ബാധ്യത കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നാലും അവരുടെയൊക്കെ സന്തോഷമാണ് എന്റെ ജീവിതം. എന്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവർക്ക് വേണ്ടി ചെയ്തു തീർക്കാനും മറ്റുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ സന്ധ്യയുടെ വീടുപണി തുടങ്ങാൻ പോവുകയാണ്. അതിലൊക്കെ ആവുന്ന പോലെ സഹായിക്കണം. അമലിന്റെ ആദ്യത്തെ പെങ്ങളായിരുന്നു സന്ധ്യ. അതുകൊണ്ട് പെട്ടെന്നൊരു കുഞ്ഞെന്ന സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ട.
എന്റെ കടങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ കുറച്ചൊരാശ്വാസത്തിന്റെ വക്കിലെത്തിയ ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടിയെ പറ്റി സങ്കല്പിക്കാം. അത് അമൽ അമൃതയോട് തുറന്നു പറഞ്ഞപ്പോൾ അമൃതക്ക് ആദ്യം തോന്നിയത് കുടുംബഭാരം വഹിക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ കഷ്ടപ്പെടാൻ തുടങ്ങിയ അവളുടെ ഭർത്താവിന്റെ നിസ്സഹായാവസ്ഥ ആയിട്ടായിരുന്നു. എന്നാൽ ആ വീട്ടിൽ ദിവസങ്ങൾ മുന്നോട്ട് പോയി തുടങ്ങിയപ്പോൾ അമൃതയ്ക്ക് മനസ്സിലായി അമ്മ പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് അമൽ പറയുന്നതൊക്കെ എന്നുള്ള കാര്യം. അമലിന്റെ അമ്മയ്ക്ക് അവരുടെയും അവരുടെ 2 പെൺമക്കളുടെയും കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. അവർക്കാണെങ്കിൽ നല്ലപോലെ സോപ്പ് പതപ്പിച്ച് മക്കളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനും അറിയാമായിരുന്നു. എന്നാൽ അമ്മയെയും പെങ്ങന്മാരെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന അമലാണെങ്കിലോ ഒരിക്കൽ പോലും മറുത്തൊന്നും ചിന്തിക്കുകയും ചെയ്തില്ല. പെങ്ങൾക്കത് ചെയ്യണം, പെങ്ങൾക്കിത് ചെയ്യണം എന്നല്ലാതെ നിന്റെ ഭാര്യയ്ക്കൊരു കാര്യം ചെയ്യണമെന്ന് അമ്മ ഒരിക്കലും അമലിനോട് പറഞ്ഞിട്ടുമില്ല. രാത്രി ജോലി കഴിഞ്ഞു വന്നാൽ അമൽ ഭാര്യയുടെ ചൂട് തേടി അന്തി ഉറങ്ങാൻ വരും. അതവന് നിർബന്ധമായിരുന്നു. അമ്മയുടെയും പെങ്ങളുടെയും സ്നേഹവാക്കുകൾക്കപ്പുറത്ത് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞു വേണമെന്നോ സ്വന്തം ഭാര്യയുടെ കൂടെ കുറച്ച് നല്ല നിമിഷങ്ങൾ ജീവിക്കണമെന്നു പോലും ആഗ്രഹമില്ലാത്ത വ്യക്തിയായി അമൽ മാറിക്കഴിഞ്ഞിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് അമൃതയുടെ വിവാഹം അമൃതയുടെ വീട്ടുകാർ നടത്തിക്കൊടുത്തത്. വളരെ സാധാരണ കുടുംബമാണ് അവളുടേത്. അച്ഛന് കൂലിപ്പണിയായിരുന്നു. അമൃതയ്ക്ക് താഴെ 2 സഹോദരിമാരുണ്ട്. ആദ്യമൊക്കെ കുറെ ആലോചന അമൃതക്ക് വന്നിരുന്നെങ്കിലും കുടുംബത്തിന് സാമ്പത്തികമായി കല്യാണം നടത്താൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അമൃതയുടെ വിവാഹം കുറച്ചു കാലം മുൻപോട്ട് നീണ്ടുപോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമലിന്റെ ആലോചന വരുന്നത്. 2 പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ അമലും അമ്മയും മാത്രം. അന്വേഷിച്ചപ്പോൾ കൂലിപ്പണിയാണെങ്കിലും ദിവസവും പണിക്ക് പോകുന്ന നല്ലവനായ ചെറുപ്പക്കാരൻ. അച്ഛൻ മരിച്ചതിനു ശേഷം കുടുംബം നന്നായി നോക്കുന്ന ചെറുപ്പക്കാരൻ. അങ്ങനെയെല്ലാം അമലിനെ കുറിച്ച് വളരെ നല്ല വിവരങ്ങളാണ് അമൃതയുടെ വീട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ജാതകപ്പൊരുത്തവും മറ്റും ഒത്തുവന്നപ്പോൾ അമലും അമൃതയുമായുള്ള വിവാഹം നടന്നു. പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞ് അമ്മയും അവനും മാത്രമേ വീട്ടിലുള്ളൂ. നിനക്കവിടെ നല്ല സുഖമായിരിക്കും, നിങ്ങൾ 3 പേരുമല്ലേ ആകെ വീട്ടിൽ കാണൂ എന്ന് വിവാഹം കഴിയുമ്പോൾ അവളുടെ ബന്ധുക്കളിൽ പലരും പറഞ്ഞിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ അമൃത കമലിന്റെ വീട്ടിലുണ്ടായ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞു എന്നല്ലാതെ പെങ്ങന്മാരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അവളുടെ ഭർത്താവാണ്. വീട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് 2 സഹോദരിമാരും വന്ന് നിന്ന് താമസിച്ചു പോകുന്നത് പതിവായി. അപ്പോഴൊക്കെ അവരുടെ കാര്യങ്ങളും അവരുടെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടുജോലിയും അമ്മായിയമ്മയുടെ കാര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയും അമൃതയിലേക്ക് വന്നു ചേർന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം രാത്രി ജോലി കഴിഞ്ഞ് അമൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവനെ സന്തോഷിപ്പിക്കേണ്ടതും തൃപ്തിപ്പെടുത്തേണ്ടതും അമൃതയുടെ കടമയായി മാറി. കൂട്ടത്തിൽ ഒരേ ഒരു നിബന്ധന മാത്രം, പെട്ടെന്ന് ഗർഭിണിയായി കൂടാ. അതിനായി ശാരീരിക ബന്ധത്തിൽ സ്ഥിരമായി സുരക്ഷാ മാർഗങ്ങൾ ഒരു പ്രധാന ഘടകമായി മാറി. എല്ലാം ഇട്ടെറിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോയാൽ അവളുടെ ബാധ്യത കൂടി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക ശേഷി അവളുടെ കുടുംബത്തിനില്ലായിരുന്നു. പ്രായമായി വരുന്ന അച്ഛൻ, സുഖമില്ലാത്ത അമ്മ, അവൾക്ക് താഴെ 2 സഹോദരിമാർ. അവരുടെ മുഖമോർത്തപ്പോൾ ഒന്നും ആരെയും അറിയിക്കാതെ എപ്പോഴും അമൃതയുടെ കാര്യങ്ങളിൽ മൗനം പാലിച്ചു. മോൾക്ക് അവിടെ നല്ല സുഖമാണ്, മോന് ദിവസവും ജോലിയുണ്ട്, നന്നായി നോക്കും എന്നൊക്കെ അമൃതയുടെ വീട്ടുകാർ എല്ലാവരോടും പറയുമ്പോഴും ഒന്നും തുറന്നു പറയാനാകാതെ അമൃത എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നു ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ തരാനുള്ള മനസ്സെങ്കിലും ഏട്ടന് കൊടുക്കണമേ എന്ന് അമൃത എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു രാത്രി അമൽ ജോലി കഴിഞ്ഞു വന്നു. ഭക്ഷണം കഴിച്ച് മുറിയിൽ ഫോണിൽ നോക്കി കിടക്കുകയായിരുന്നു. അമൃത വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്ന് വാതിലടച്ചു. അമൃത മുറിയിലേക്ക് വന്നപ്പോൾ അമൽ അവൻ നോക്കിക്കൊണ്ടിരുന്ന ഫോൺ മാറ്റിവെച്ച് ബാത്റൂമിലേക്ക് എണീറ്റു പോയി. ശേഷം വന്ന് ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ചു. കട്ടിലിൽ അവളുടെ അടുത്ത് വന്ന് കിടന്നു. ശേഷം അവൻ അവന്റെ വസ്ത്രം മാറ്റി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നപ്പോൾ അമൃത അവന്റെ മുഖത്തേക്ക് ദയനീയ അവസ്ഥയിൽ നോക്കി. ശേഷം ഒന്നും ചെയ്യാനാവാത്തൊരു പെൺകുട്ടിയുടെ നിസ്സഹായ ഭാവത്തോടെ അമലിനോട് ചോദിച്ചു, ഏട്ടാ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഏട്ടനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കുഞ്ഞ് എന്നതൊഴികെ. ഞാൻ എന്റെ ആഗ്രഹം ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ എപ്പോഴും കുടുംബത്തിലെ ബാധ്യതയും കാര്യങ്ങളും പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഇനിയും അത് മതിയോ? 5 വർഷം കഴിഞ്ഞില്ലേ? ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി, നമുക്കും വേണ്ടേ നമ്മുടെ ചോരയിൽ ഒരു കുഞ്ഞ്? നീ എന്താ അമൃത ഈ പറയുന്നത്? എന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, അമൽ അമൃതയോട് ചോദിച്ചു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്?
എനിക്കെല്ലാം അറിയാമേട്ടാ. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്നും ഏട്ടനെ അനുസരിച്ച് മാത്രമാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏട്ടനുണ്ടാകുന്ന ചിലവുകൾക്ക് ഒരു പരിധിയില്ലേ? നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷവും ഏട്ടന്റെ പെങ്ങന്മാരുടെ 2 പ്രസവം കഴിഞ്ഞു. അതിനെല്ലാം വേണ്ട കാര്യങ്ങൾ ഏട്ടൻ ചെയ്തു കൊടുത്തില്ലേ? അത്രയല്ലേ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിലും വേണ്ടൂ. നീ എന്തൊക്കെയാണ് അമൃത ഈ പറയുന്നത്? എന്റെ പെങ്ങന്മാർക്ക് അച്ഛനില്ലാത്ത കാര്യം നിനക്കറിയാമല്ലോ. അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പിന്നെ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? പോരാത്തതിന് വീടുണ്ടാക്കിയ കടവും അവർക്ക് സ്വർണം കൊടുത്ത കടവും എല്ലാം കൂടി ഇപ്പോൾ തന്നെ പലിശ കൂടി കിടക്കുകയാണ്. ഇതൊക്കെ അടച്ചു തീർക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഓടുന്നത് നീ കാണുന്നില്ലേ? എന്നിട്ടും നിനക്കെന്നോട് ഒരു സ്നേഹമില്ലാതെ നീ ഇപ്പോഴും നിന്റെ കാര്യം മാത്രമാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലും ഞാൻ നിന്നെ നോക്കുന്നില്ലേ? നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നില്ലേ? പിന്നെ നിനക്ക് എന്താണ് ഇവിടെ ഒരു കുറവ്? നിനക്കൊന്നും അറിയാതെ ഇവിടെ ഇരുന്നാൽ മാത്രം പോരെ? കുറച്ചു ദിവസം മുമ്പ് എന്റെ അമ്മയും എന്നോട് പറഞ്ഞു, നിനക്ക് ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റം വന്നു തുടങ്ങുന്നുണ്ടെന്ന്. അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞത്, മോനെ നീ ഇപ്പോൾ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കല്ലേ എന്നാണ്. പുതിയൊരു ബാധ്യത കൂടി നമ്മുടെ കുടുംബത്തിന് താങ്ങാനാവില്ല എന്നാണ്. ഈ കുടുംബത്തിൽ നമുക്കിടയിൽ ഒരു കുഞ്ഞുകൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വലിക്കുന്നതിലും കൂടുതൽ ഭാരം വലിക്കേണ്ടി വരും. ആ അവസ്ഥ എന്റെ അമ്മ മനസ്സിലാക്കിയിട്ടും എന്റെ കൂടെ ജീവിക്കുന്ന നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിന്റെ സംസാരം കേട്ടാൽ തോന്നും എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന്. എനിക്കൊരു കുഞ്ഞിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും കാര്യങ്ങളും ഞാൻ നോക്കണ്ടേ? അമൽ പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ എന്നത്തെയും പോലെ തന്നെയാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. ഇപ്പോഴും ആ മനസ്സിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും. അതുകൊണ്ട് തന്നെ അമൃത കൂടുതൽ ഒന്നും പറയാതെ ചരിഞ്ഞു കിടന്നു. കുറച്ചു നേരം അവൾ ഒന്നും മിണ്ടാതെ കിടന്നു. അമൽ അപ്പോൾ പതിയെ അവളുടെ അരികിലേക്ക് വന്നു. ശേഷം അവളെ തിരിച്ചു കിടത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, കുറച്ചു കഴിയട്ടെ. അവൻ അത് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ശേഷം പതിയെ അവൻ അവളുടെ ശരീരം പങ്കിടുന്ന കാര്യത്തിലേക്ക് കടന്നു. ശരിക്കും ഒരു പാവ പോലെയാണ് അമൃത അമലിന്റെ മുൻപിൽ കിടന്നുകൊടുത്തത്. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും അപ്പോൾ വന്നില്ല. കാരണം അത്രമാത്രം കണ്ണുനീർ ഒലിച്ചിറങ്ങി വറ്റിപ്പോയ മനസ്സുമായി അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ തരാൻ ഏട്ടൻ താല്പര്യപ്പെടുമോ? തൽക്കാലത്തേക്കുള്ള അമലിന്റെ ഒഴിഞ്ഞുമാറലായി അവൾക്കപ്പോൾ അതിനെ തോന്നിയില്ല. കൂടാതെ അവൾക്കപ്പോൾ മനസ്സിൽ പല സംശയങ്ങളും ജനിച്ചിരുന്നു. ശരിക്കും ഒരിക്കലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ലേ? ഏട്ടൻ ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണോ? അല്ലെങ്കിൽ ജീവിതം മൊത്തം ഏട്ടൻ പെങ്ങന്മാർക്ക് വേണ്ടി കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? ആരോട് ചോദിക്കാനാണ്? ഒന്നും ചെയ്യാനാകാതെ അമൃത അവിടെ നിർജീവമായി അമലിന്റെ ആവശ്യങ്ങൾക്ക് കിടന്നുകൊടുത്തു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നു. അമൃത ചായയെല്ലാം ഉണ്ടാക്കി കൊടുത്ത ശേഷം അമൽ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഇളയ പെങ്ങൾ സൗമ്യ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. സൗമ്യയെ മോൻ എണീറ്റില്ലേ എന്ന് അമൽ ഇറങ്ങാൻ നേരം പെങ്ങളോട് ചോദിച്ചപ്പോൾ, ഇല്ല ഏട്ടാ, അവൻ ഉറങ്ങുകയാണെന്ന് സൗമ്യ മറുപടി പറഞ്ഞു. അമൽ അപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപയുടെ 2 നോട്ടെടുത്ത് സൗമ്യക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ പോവില്ലേ? നീ ഇത് മോന് വല്ല ഉടുപ്പോ മറ്റോ വാങ്ങിച്ചോ? ഇപ്പോ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ വെച്ച് നീട്ടിയ നോട്ട് സൗമ്യ ചിരിച്ചുകൊണ്ട് വാങ്ങി. അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് അകത്തു നിന്ന് അമലിന്റെ അമ്മ പുറത്തേക്ക് വന്നത്. അവൾ ഇന്ന് പോകുന്നില്ല മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ നിൽക്കുവായിരുന്നു. അമ്മ അമലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മേ? അമൽ ചോദിച്ചു. അവൾക്ക് വിശേഷമുണ്ട്, ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞതാണ്. എനിക്കത് രാത്രി നിന്നോട് പറയാൻ വിട്ടുപോയി. പിന്നെ നീ വേഗം വന്നു കിടന്നല്ലോ, അമ്മ പറഞ്ഞു. ആണോ? അമൽ അപ്പോൾ സന്തോഷത്തോടെ ചോദിച്ചു. അതെ, അമ്മ പറഞ്ഞു. ഇനിയിപ്പം കുറച്ചു മാസം എന്തായാലും ഇവൾ ഇവിടെ നിൽക്കട്ടെ മോനെ. അവിടേക്ക് പറഞ്ഞയച്ചിട്ട് കുഞ്ഞിനെയും പിന്നെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കൂടെ ഈ ഒരവസ്ഥയിൽ നോക്കാൻ ഇവൾക്ക് പറ്റില്ല. പിന്നെ അവന്റെ അമ്മയുടെയും പെങ്ങളുടെയും കാര്യം നിനക്കറിയാമല്ലോ. ആ തള്ളക്ക് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഇവളെ നോക്കാൻ കഴിയുമോ? പെങ്ങളാണെങ്കിൽ വന്നാലും തള്ളയുടെ കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ ഇവൾക്കൊന്നും ചെയ്തു കൊടുക്കില്ല. ഇവളുടെ കാര്യങ്ങളൊക്കെ ഇവളോട് തന്നെ ചെയ്തോളാൻ പറയും. ഇവിടെ ആകുമ്പോൾ ഞാനുണ്ടല്ലോ, പിന്നെ അമൃതയുമുണ്ട്. അതെ ഏട്ടാ, സൗമ്യയും പറഞ്ഞു തുടങ്ങി. ഞാൻ ഇന്നലെ അഖിലേട്ടനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അഖിലേട്ടനും എന്നോട് അതാണ് പറഞ്ഞത്. ഏട്ടൻ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ജോലി സ്ഥലത്ത് നിന്ന് വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ അവിടെ നിന്നിട്ട് എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നിന്നോളാനാ ഏട്ടനും പറഞ്ഞത്. ഏട്ടൻ പതിവ് പോലെ എന്നെയും മോനെയും ഇവിടെ വന്ന് കണ്ടോളാമെന്ന്. അതിനെന്താ, നീ ഇവിടെ നിന്നോ മോളെ, ഇത് നിന്റെയും കൂടെ വീടല്ലേ, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം, അമൽ സൗമ്യയോട് പറഞ്ഞു.
ആ മോനെ, പിന്നെ നീ വരുമ്പോൾ അവൾക്ക് കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സും അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ വാങ്ങിക്ക് കേട്ടോ. നല്ല ഭക്ഷണം കഴിക്കേണ്ട സമയമാണിത്. പിന്നെ ആവശ്യത്തിന് റെസ്റ്റും. ഓ അതിനെന്താ, ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞ് അമൽ ഇറങ്ങുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണ് നിറഞ്ഞ് അമൃത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അമൃതേ, അടുക്കളയിലേക്ക് വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടായിരുന്നോ? അമൽ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇല്ല എന്ന് അമൃത തലയാട്ടി. വേറൊന്നുമില്ലല്ലോ അമ്മേ, എന്നാൽ ഞാൻ പോയിട്ട് വരാം, അമൽ പറഞ്ഞു. ഇല്ല മോനെ, വേറെ ഒന്നുമില്ല. അടുക്കളയിലേക്കുള്ള സാധനമൊക്കെ നീ ഇന്നലെ കൊണ്ടുവന്നില്ലേ? ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മ വിളിച്ചു പറയാം. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അമൽ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അമൃതയുടെ മുഖം കണ്ട് എന്തോ വല്ലായ്മ തോന്നിയപ്പോൾ അവൻ ചോദിച്ചു, എന്തു പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അപ്പോൾ അമ്മയുടെയും സൗമ്യയുടെയും അമലിന്റെയും മുൻപിൽ വെച്ച് തന്നെ അമൃത പറഞ്ഞു, ഏട്ടാ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായില്ലേ? എല്ലാവരും ചോദിക്കുന്നു കുട്ടികളായില്ലേ എന്ന്. ഇപ്പോൾ സൗമ്യക്കുണ്ടായ പോലൊരു സന്തോഷം നമുക്കും വേണ്ടേ ഏട്ടാ? അമൃത അമലിനോട് ദയനീയമായി ചോദിച്ചു. കുറച്ചു കഴിഞ്ഞാൽ നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ സൗമ്യയുടെ വിശേഷം കേട്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയായില്ലേ? അമൽ ചിരിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മയും സൗമ്യയും അവിടെ ചിരിച്ചു നിൽക്കുകയായിരുന്നു. ഏട്ടാ, എനിക്കും ആഗ്രഹമുണ്ട് സൗമ്യയെ പോലെയും സന്ധ്യ ചേച്ചിയെ പോലെയും ഒക്കെ ഒരു കുഞ്ഞിനെ താലോലിച്ചു വളർത്താൻ, അമൃത പറഞ്ഞു. അത് കേട്ടതും അമലിന്റെ അമ്മ അതിൽ കയറി പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, സൗമ്യക്ക് കുഞ്ഞുണ്ടായാൽ നിനക്ക് കളിപ്പിക്കാമല്ലോ. അല്ലെങ്കിലും അവൾ ഇനി കുറെ കാലം ഇവിടെ കാണുമല്ലോ. പ്രസവം കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവുമല്ലോ. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് തന്നെ ചെയ്തു കൊടുക്കാമല്ലോ. അതെങ്ങനെയാ? ചിലരുടെ സ്വഭാവം അങ്ങനെയാ. ഭർത്താവിന്റെ പെങ്ങന്മാരുടെ മക്കളോട് വേർതിരിവ് കാണും, നല്ല വ്യത്യാസം കാണിക്കും. എന്തായാലും സൗമ്യയുടെ കുഞ്ഞ് നിന്റെ കുഞ്ഞു പോലെ ആവില്ലല്ലോ. അതായിരിക്കും നിനക്ക് ഈ കുഞ്ഞിനോട് താല്പര്യമില്ലാത്തത്, അമ്മ എടുത്തടിച്ച പോലെ പറഞ്ഞു. എന്താ അമ്മേ ഇത്? താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സൗമ്യക്ക് കുഞ്ഞുണ്ടാകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു പെണ്ണാണ് ഞാനും. എനിക്കും ആഗ്രഹമുണ്ട് ഗർഭിണിയാകണമെന്നും പ്രസവിക്കണമെന്നും ഒക്കെ. ഞാൻ അത് ഏട്ടനോട് എപ്പോഴും പറയാറുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അമൃത പറഞ്ഞു. ആ കാര്യം നിന്നോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ അമൃതേ? അമലിന്റെ അമ്മ അമൃതയോട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. ഇവിടെ ഇവന്റെ അച്ഛൻ മരിച്ച കഥയൊക്കെ നിനക്കറിയാമല്ലോ. ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഇവനാണ്. ഈ പെങ്ങന്മാരുടെ കാര്യം നോക്കാനും മറ്റും അച്ഛനില്ലാത്ത സ്ഥിതിക്ക് എന്റെ 2 പെൺമക്കൾക്ക് ഇവനാണ് ഒരേ ഒരു ആശ്രയം. അച്ഛന്റെ സ്ഥാനവും ഇവനാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്തു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇവര് കെട്ടിക്കയറി ചെന്ന വീട്ടിൽ ഇവർക്ക് എന്തെങ്കിലും വില കാണുമോ? പോരാത്തതിന് ഈ വീട് വെച്ചതും ഇവരുടെ കല്യാണം കഴിച്ചതും ഒക്കെ കൂടെ എന്റെ കുട്ടി എത്ര കഷ്ടപ്പെടുകയാണ്. അതിൽ എനിക്ക് എത്ര വിഷമമുണ്ടെന്നറിയാമോ? എന്നിട്ട് നിനക്കൊരു ഭാര്യയായിട്ട് പോലും അവനോട് ഒരു സ്നേഹവുമില്ലേ? എന്റെ മക്കളുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു വിലയുണ്ടാവുക? എങ്ങനെയാണ് ഒരു നല്ല ജീവിതം ഉണ്ടാവുക? ഇതൊക്കെ നീയല്ലേ ഇവന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിനു പകരം നീ എപ്പോഴും ഈ കടം തീരുന്നതിന് മുൻപ് കുട്ടി വേണമെന്ന് വാശി പിടിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിലേ കല്ലും മണ്ണും ചുമന്ന് അവനൊരു പരിവമായിട്ടുണ്ട്. ഈ കുടുംബം ഒന്ന് എങ്ങനെയെങ്കിലും കരയ്ക്ക് എത്തിക്കോട്ടെ. അതിനിടയ്ക്കാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ പറയുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് വക്കാലത്തെന്ന പോലെ സൗമ്യയും രംഗത്തെത്തി. ചേച്ചിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏട്ടാ? ഉണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. അല്ലെങ്കിലും ചേച്ചിക്ക് എന്നോട് എന്തോ ഒരു അകൽച്ച പോലെ എനിക്ക് തോന്നാറുണ്ട്. സൗമ്യ അമലിനോട് അതുകൂടെ പറഞ്ഞപ്പോൾ അമൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. നിനക്ക് എന്താണ് അമൃതേ? നിനക്കറിയില്ലേ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇവളെ വിഷമിപ്പിക്കരുതെന്ന്? പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. അമ്മ പറഞ്ഞതുപോലെ നീയല്ലേ എന്റെ കൂടെ എല്ലാം മനസ്സിലാക്കി സഹകരിച്ച് നിൽക്കേണ്ടത്. നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും നീ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നത് എന്തിനാണ്? എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? നീ എന്തിനാണ് വെറുതെ എന്നെ ചൂടാക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാ നീ സൗമ്യയുടെ കുട്ടിയെയും സന്ധ്യയുടെ കുട്ടിയെയും പുറത്തുള്ള കുട്ടികളായിട്ട് കാണാൻ പോകുന്നത്? അവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വരുന്നില്ലേ? നിനക്ക് അവരെയൊക്കെ കളിപ്പിച്ചുകൂടെ? അവരും കുഞ്ഞുങ്ങളല്ലേ. പിന്നെ കടങ്ങളൊക്കെ വീടി എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു ജീവിതം ഉണ്ടാകുമെന്ന് മനസ്സിലാക്ക്. അല്ലാതെ രാവിലെ തന്നെ ജോലിക്കിറങ്ങുമ്പോൾ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അമ്മേ, ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് അമൽ അമൃതയുടെ മുഖത്തു നോക്കി ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒന്നും പറയാതെ കണ്ണു നിറഞ്ഞുകൊണ്ട് അമൃത നേരെ അവളുടെ റൂമിലേക്ക് ഓടിപ്പോയി. അമൃത മുറിയിലേക്ക് പോയപ്പോൾ അമ്മ സൗമ്യയോട് പറഞ്ഞു, അവൻ എന്റെ മോനാ മോളെ, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന മോനാ. അവൻ ഞാൻ പറയുന്നതേ കേൾക്കൂ. അല്ലെങ്കിൽ ഈ പോയവള് നമ്മുടെയൊക്കെ തലയിൽ കയറിയനെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ നമ്മുടെ വരയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവൾ അവളുടെ ആവശ്യങ്ങളും മറ്റും പറഞ്ഞ് എന്നോ അവനെ വഴിതെറ്റിച്ചേനെ. അത് നല്ലതാ അമ്മേ.
ഏട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടെ നിൽക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം. സൗമ്യയും പറഞ്ഞു, മോള് വാ, അമ്മ ചായ എടുത്തു വെക്കാം, എന്തെങ്കിലും ഒന്ന് കുടിക്കേ, മോനെയും വിളിച്ചുണർത്തി ചായ കൊടുക്കാം, ഇനി നല്ലപോലെ റെസ്റ്റ് വേണം കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ സൗമ്യയെ അകത്തേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അമൃതയാണെങ്കിൽ കുറെ നേരം ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ മുൻപോട്ടു പോയി. പതിവ് പോലെ തന്നെ എന്നും രാത്രിയിൽ അമലിനെ തൃപ്തിപ്പെടുത്തുകയും പകൽ അവന്റെയും പെങ്ങളുടെയും അമ്മയുടെയും ജോലി എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം വേലക്കാരിയായി അമൃത തുടർന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വാർപ്പിന്റെ മുകളിൽ നിന്ന് അമൽ കാല് തെന്നി വീണുപോയി. അതിലവന്റെ നടുവിന് സാരമായ പരിക്കു പറ്റുകയും ചെയ്തു. കൂടെ ജോലി ചെയ്യുന്നവർ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈകുന്നേരം വീടിനു മുൻപിൽ ഒരു കാറിൽ അമലിനെയും കൊണ്ട് ഫ്രണ്ട്സ് വന്നപ്പോഴാണ് വീട്ടിലുള്ളവർ വിവരമറിയുന്നത്. അയ്യോ, എന്തു പറ്റിയെന്ന് ചോദിച്ച് അമ്മ കാറിനടുത്തേക്ക് ഓടിപ്പോയി. ഒന്നുമില്ല, പണിയെടുക്കുമ്പോൾ വീണതാണ്, നടുവിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ അമലിനെ കാറിൽ നിന്ന് പിടിച്ചിറക്കി റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞു വരുമ്പോൾ അമൃത കണ്ടത് കട്ടിലിൽ ബെൽറ്റിട്ട് കിടക്കുന്ന അമലിനെയാണ്. എന്തു ചെയ്യും, ഇനി കുറച്ചു ദിവസം ജോലിക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ. അമ്മ അവലാതിപ്പെട്ടു. പെട്ടെന്ന് മാറുമായിരിക്കും അമ്മേ, അല്ലാതെ ഇങ്ങനെ കിടന്നാൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയാവില്ല, അത്രയുമുണ്ട് ആളുകൾക്ക് കൊടുത്തു തീർക്കാൻ, അമൽ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. നടുവിന് പറ്റിയതുകൊണ്ട് തന്നെ അമലിന് കിടക്കയിൽ നിന്ന് സ്വയം എഴുന്നേൽക്കാനോ നടക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വന്നത് അമൃതയാണ്. അമ്മ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവന്റെ അടുത്ത് വന്നിരിക്കും. പ്രാരാബ്ദങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ടു പോകുമെന്നല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാനോ സഹായിക്കാനോ നിന്നില്ല. കടക്കാര് വിളിച്ചിരുന്നു, കുടുംബശ്രീയിൽ നിന്ന് ലോൺ അടയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രാരാബ്ദ കഥകളല്ലാതെ മറ്റൊന്നും തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മ പറഞ്ഞില്ല. അമൃതയാണെങ്കിലോ രാവിലെ തന്നെ അമലിനെ കുളിപ്പിച്ചു കൊടുക്കുകയും സമയത്തിന് ഭക്ഷണം കൊടുക്കുകയും മുടി ചീകി കൊടുക്കുകയും എല്ലാം ചെയ്ത് നല്ലപോലെ സംരക്ഷിച്ചു വന്നു. അങ്ങനെ 3 മാസത്തിനു ശേഷം ഡോക്ടറെ കാണിക്കാനായി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറച്ചു കാലം കൂടെ എന്തായാലും റെസ്റ്റ് തന്നെ വേണ്ടിവരും. നട്ടെല്ലിന് നല്ല പരിക്കുണ്ട്, ക്രമേണ ഭേദപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ആ കട്ടിലിൽ അങ്ങനെ അനങ്ങാതെ കിടന്ന ദിവസങ്ങൾ അമലിന് തിരിച്ചറിവിന്റെ ദിവസങ്ങളായിരുന്നു. സ്ഥിരമായി അവിടെ വന്നു നിൽക്കുകയും അമലിന്റെ കയ്യിൽ നിന്ന് ആവശ്യങ്ങൾക്ക് പണം വാങ്ങി പോവുകയും ചെയ്യുന്ന പെങ്ങന്മാരൊന്നും പിന്നെ അങ്ങോട്ടേക്ക് വരാതെയായി. അവന് ജോലിയും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടേക്ക് പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ. അമൃതയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം വിറ്റും മറ്റും എല്ലാം 1 വർഷത്തോളം കഷ്ടിച്ച് അമലിന്റെ ചികിത്സ നടന്നു. വളരെ കുറച്ച് സ്വർണമേ അമൃതയുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പെങ്ങന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞ് അമ്മ ചിലവാക്കിപ്പിച്ചിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അമ്മയ്ക്കും അവനോടൊരു തരം വെറുപ്പായി തുടങ്ങിയിരുന്നു. ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ കിടക്കുന്ന അമലിനെ കുറെ സോപ്പിട്ട് പതപ്പിച്ചതുകൊണ്ട് അവർക്കോ മക്കൾക്കോ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ അവനോടുള്ള അടുപ്പവും സംസാരവും വളരെ കുറച്ചു. ഇടയ്ക്ക് വരും, ലോണിന്റെ കാര്യങ്ങളും മറ്റും പറഞ്ഞ് ഓർമ്മിപ്പിച്ചു പോകും. ഒരിക്കൽ അമ്മ അവന്റെ അടുക്കൽ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. സൗമ്യമോള് ഗർഭിണിയാണ്, അവൾക്ക് വേണ്ടതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എത്ര മോശമാണ്, എന്റെ കുട്ടിയുടെ ഗതി ഇതായി പോയി എന്നൊക്കെ പറഞ്ഞ് കണ്ണീര് വാർത്തപ്പോൾ അമൽ പെട്ടെന്ന് ചൂടായി. നിങ്ങൾക്ക് ഗർഭിണിയായിരിക്കുന്ന അവളുടെ ഗതി മാത്രമേ പറയാനുള്ളൂ, നടുവൊടിഞ്ഞു കിടക്കുന്ന എന്റെ ഗതി പറയാനില്ലേ? പ്രതീക്ഷിക്കാതെ അമലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ പെട്ടെന്ന് അവർ അവിടെ നിന്ന് എണീറ്റ് സ്ഥലം കാലിയാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ മൈക്രോ ഫിനാൻസിന്റെ ലോൺ അടയ്ക്കാനായി തുടരെ അവർ വീട്ടിൽ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമൽ അമ്മയോട് പറഞ്ഞു, അമ്മേ, സൗമ്യയെയോ സന്ധ്യയെയോ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ ചോദിക്കണം. ഞാൻ അസുഖം മാറി ജോലിക്ക് പോയി തുടങ്ങിയാൽ കൊടുക്കാമല്ലോ. ലോണുകാരിങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. കുറെ മാസമായില്ലേ അവരുടെ അടവ് തെറ്റിയിട്ട്. ആദ്യമൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞത് അവർ കേട്ടു, ഇനിയും അവർ കേൾക്കുമെന്ന് തോന്നുന്നില്ല. അമൽ അമ്മയോട് പറഞ്ഞു. അയ്യോ, അവരിപ്പോൾ എങ്ങനെ തരാനാണ്? സന്ധ്യക്കാണെങ്കിൽ വീടുപണി നടക്കുകയാണ്. സൗമ്യയുടെ കഥയാണെങ്കിൽ നിനക്കറിയാമല്ലോ. വയറ്റിലുള്ളതുകൊണ്ട് സ്കാനിങ്ങിനും മറ്റും തന്നെ ഒരുപാട് കാശാവുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നീയും ഇങ്ങനെ കിടക്കുകയായതുകൊണ്ട് പിന്നെ അവർക്ക് കൊടുക്കാനും മറ്റും ആരാ ഉള്ളത്? സഹായിക്കാനും ആരുമില്ല. അച്ഛനില്ലാത്ത മക്കളാ. അമ്മ ഓരോന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അമൽ പറഞ്ഞു, അതിന് കൂടുതൽ പൈസയൊന്നും വേണ്ട. ഞാൻ എന്തായാലും വിളിച്ച് എന്തെങ്കിലും കുറച്ച് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. സൗമ്യയെയും സന്ധ്യയെയും അമൽ കിടക്കയിൽ കിടന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ സന്ധ്യ വീടുപണിയുടെ അത്യാവശ്യങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്.
ഫുള്ള് കടം വാങ്ങി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഏട്ടാ എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ വെച്ചു. സൗമ്യയെ വിളിച്ചപ്പോൾ കയ്യിൽ ഒന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് അവളും പറഞ്ഞു. എന്നാൽ നിന്റെ വല്ല സ്വർണമോ മറ്റോ കുറച്ചു ദിവസത്തേക്ക് ഏട്ടന് പണയം വെക്കാൻ തരുമോ മോളെ എന്ന് അമൽ വിനയത്തോടെ ചോദിച്ചു. ഏട്ടൻ കിടപ്പിലായതുകൊണ്ട് തന്നെ കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്നറിയുന്ന സൗമ്യ അപ്പോൾ അവരുടെ കാറിന്റെ കാര്യം എടുത്തിട്ടു. ഏട്ടാ, ഞങ്ങളൊരു കാർ എടുക്കാൻ വേണ്ടി അതെല്ലാം പണയം വെക്കാൻ നോക്കുകയായിരുന്നു. മോന്റെ സ്കൂളിലെ കാര്യങ്ങൾക്ക് പോകാനും മറ്റും ഇപ്പോൾ കാർ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ബൈക്കിൽ പോകുമ്പോൾ ഒരു മോശമാണ്. അഖിലേട്ടൻ എന്നോ പറയുന്നുണ്ട് കാർ എടുക്കണമെന്ന്. ഇപ്പോൾ അതിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ല ഏട്ടാ. അത് പറഞ്ഞ് സൗമ്യയും കൈയൊഴിഞ്ഞപ്പോൾ അമലിന് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അമൃത അവളുടെ ആകെ ഉണ്ടായിരുന്ന കല്യാണമോതിരം കൊണ്ടുപോയി പണയം വെച്ചാണ് തൽക്കാലത്തേക്ക് മൈക്രോ ഫിനാൻസ് ലോൺ അടച്ചത്. സത്യം പറഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അമലിന് അമൃതയുടെ മുഖത്ത് നോക്കാൻ പോലും മടിയായിരുന്നു. വല്ലാത്തൊരു കുറ്റബോധം. ഒരിക്കൽ ഒരു ദിവസം അലമാരയുടെ സൈഡിലൂടെ ഉറുമ്പ് വരിവരിയായി പോകുന്നത് അമൃത നോക്കിയപ്പോൾ അലമാരയ്ക്കകത്തേക്കും ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. തുണിയെല്ലാം ആകെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അമൃത അലമാരയിലെ തുണിയെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് അലമാരയിലെ ഓരോ തട്ടും തട്ടി വൃത്തിയാക്കുമ്പോൾ പെട്ടെന്ന് അലമാരയിലെ ഒരു തട്ടിൽ നിന്ന് അമൃതയുടെ കൈതട്ടി കുറെ സാധനങ്ങൾ നിലത്തേക്ക് വീണു. അതിൽ പണ്ട് അമൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഗർഭിണി ആവാതിരിക്കാനുള്ള സാധനങ്ങളുടെ ബോക്സും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചിതറി ഉപയോഗിക്കാത്ത ബാക്കി പാക്കറ്റുകൾ നിലത്തേക്ക് വീഴുന്നത് കണ്ടപ്പോൾ അമൽ ഒന്ന് ഞെട്ടിയ പോലെ അമൃതയെ നോക്കി. അമൃത അതെല്ലാം എടുത്തു നോക്കിയിട്ട് ശേഷം അത് പെട്ടിയിൽ തന്നെ ആക്കി വീണ്ടും അലമാരയിലേക്ക് വെക്കുമ്പോൾ അമൽ പറഞ്ഞു, അതെന്തിനാ അവിടെ വെക്കുന്നത്? അതിനി നമുക്ക് വേണ്ട. അമൃത അപ്പോൾ ഞെട്ടിയ പോലെ ഒന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, ഇത് ഏട്ടൻ വാങ്ങി വെച്ചതല്ലേ? അമൃത ചോദിച്ചു. അതെ, പക്ഷേ അതിനി വേണ്ട. ഈ കിടപ്പിൽ നിന്ന് ഞാൻ എണീറ്റു കഴിഞ്ഞാൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. അമൽ പറഞ്ഞത് കേട്ട് അമൃതയൊന്ന് ഞെട്ടി. അവൾ എത്രയോ ആഗ്രഹിച്ചിട്ടും കിട്ടാതിരുന്ന കാര്യം അവൻ അപ്പോൾ അമൃതയ്ക്ക് നേരെ കൈനീട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ കുറച്ചു നേരം എന്റെ അടുത്തിരിക്കി. അമൃത അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അമൽ പൊട്ടി കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു. എന്റെ ജീവിതം നോക്കാതെ എനിക്കൊരു കുഞ്ഞിനെ പോലും ആഗ്രഹിക്കാതെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടി ജീവിച്ച ഞാനിപ്പോൾ ഒരു കറിവേപ്പില പോലെ ആയി മാറിയിരിക്കുന്നു. അന്നൊക്കെ നമ്മുടെ ചോരയിൽ ഒരു കുഞ്ഞിനു വേണ്ടി നീ എന്നോട് എത്രയോ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെയും അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളും പെങ്ങന്മാരോടുള്ള സ്നേഹവും മാത്രമേ ഉള്ളൂ എനിക്ക്. അതിന്റെ ഇടയിൽ നിന്റെ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും കാണാൻ ഞാൻ ശ്രമിച്ചില്ല. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ തിരിച്ചറിയുന്നത്. കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് നമ്മൾ ഇതുവരെ സന്തോഷത്തിൽ ജീവിച്ചിട്ടില്ല. എന്നും അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഇതായി പോയല്ലോ. അമൃത അപ്പോൾ സ്നേഹത്തോടെ അവന്റെ മുഖം തഴുകിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല ഏട്ടൻ, ഇപ്പോഴെങ്കിലും അതെല്ലാം മനസ്സിലായല്ലോ. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ ഏട്ടൻ എന്നോട് ദേഷ്യപ്പെടാറായിരുന്നു പതിവ്. അമ്മയെയും പെങ്ങളെയും സ്നേഹിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ അതൊന്നും ഒരിക്കലും സ്വന്തം ജീവിതം ത്യാഗം കൊടുത്തുകൊണ്ടാവരുത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏട്ടൻ അത്യാവശ്യം ഭേദപ്പെട്ട് വരുന്നുണ്ടല്ലോ. എല്ലാം മാറി സുഖമായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അത് പറഞ്ഞ് അമൃത അമലിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ചേർത്ത് പിടിക്കലും തലോടലിലും അമൽ അവളോട് ചേർന്ന് കിടന്ന് കുറെ നേരം കരഞ്ഞു. അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇവളെ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി. പതിയെ പതിയെ മാസങ്ങൾ കൊണ്ട് അവന്റെ അസുഖമെല്ലാം മാറി ഭേദപ്പെട്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്കും അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി അമൃത മാറിയിരുന്നു. അമ്മയും പെങ്ങളും എല്ലാവരും പറയുന്നതിനപ്പുറത്ത് അമൃതയുടെ വാക്കുകൾക്ക് അവൻ വില കൊടുക്കാൻ തുടങ്ങി. കാരണം അമൃത മാത്രമേ തന്റെ കൂടെ കാണൂ എന്നുള്ളത് അമലിന് ജീവിതം ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവാത്ത സങ്കടം ബാക്കിയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അമൃത പ്രഗ്നന്റ് ആവാതെ വന്നപ്പോൾ അവർ നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായി പോയി. ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 7 വർഷമായി ഡോക്ടർ, അമൽ പറഞ്ഞു. ഈ 7 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അമൃത ക്യാരി ചെയ്തില്ലേ? അല്ലെങ്കിൽ അബോർഷൻസ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഡോക്ടർ ചോദിച്ചു. ഇല്ല ഡോക്ടർ, ആദ്യമൊക്കെ ഞങ്ങൾ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചതായിരുന്നു. വീട്ടിലെ പ്രാരാബ്ദവും പെങ്ങന്മാരുടെ കല്യാണവും ഒക്കെ കൂടി വലിയ ബാധ്യത ആയിരുന്നു അന്നൊക്കെ. പിന്നെ 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു അപകടം പറ്റി കിടപ്പിലായി. ഇപ്പോൾ എത്ര നോക്കിയിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നില്ല. അമൽ പറഞ്ഞപ്പോൾ അത് കേട്ടപാടെ ഡോക്ടർ കുറച്ച് സ്ട്രോങ് ആയി. ഇതാണിപ്പോൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ കുഴപ്പം. ആദ്യമൊക്കെ വേണ്ട എന്ന് വെക്കും, എന്നിട്ടോ പിന്നീട് അതിനു വേണ്ടിയുള്ള കാശും ചെലവാക്കി അലഞ്ഞു തിരിഞ്ഞു നടക്കും.
കുട്ടികൾ ദൈവം തരുന്ന വരദാനമാണ്. അവരില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ജീവിതം? നമ്മുടെ സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. ചിലരൊക്കെ ജീവിത സാഹചര്യവും കാശുമൊക്കെ നോക്കി കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായില്ലെങ്കിലുള്ള ജീവിതത്തെ പറ്റി ഓർക്കുന്നില്ല. എന്തായാലും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു നോക്കാം, അത്രയുമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ഹോസ്പിറ്റലിൽ നിന്ന് അമൃതയുടെ കൈപിടിച്ച് വിഷമത്തോടെ ഇറങ്ങിപ്പോരുമ്പോൾ അമൽ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. നമ്മുടെ ചോരയിൽ പിറക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളാണ് നമുക്കെന്നും സ്വന്തമായിട്ടുണ്ടാവുക. അവരെക്കാൾ വലുതല്ല ഈ ഭൂമിയിലെ മറ്റു പ്രാരാബ്ദങ്ങളും മറ്റുള്ളവരുടെ മക്കളും ഒന്നും തന്നെ. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുമ്പോൾ അമൽ അമൃതയുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ അരയിൽ ഒന്ന് മുറുക്കി അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് കുഞ്ഞുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് കുറച്ചു ദിവസത്തേക്കൊരു യാത്ര പോയാലോ? എങ്ങോട്ട്? അമൃത അവനെ നോക്കി. ഊട്ടി, മൈസൂർ, അങ്ങനെ. അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി. എന്തു പറ്റി പെട്ടെന്നിങ്ങനെ? അവൾ അപ്പോൾ ചോദിച്ചു. പെട്ടെന്നല്ല, നിന്നെ എവിടെയും കൊണ്ടുപോകാൻ എനിക്ക് ആയിട്ടില്ല ഇതുവരെ. നിനക്കായി ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പോരാ, നിനക്കായി പലതും ചെയ്യാനുണ്ട്. നിന്റെ സന്തോഷം അത് മാത്രമാണ് ഇനി എന്റേതും. നിന്റെ ചുണ്ടിൽ ചിരി കണ്ടാൽ മാത്രം മതി എനിക്ക്. നമുക്ക് പോകാം, കുറച്ച് ദിവസങ്ങൾ നമ്മുടേത് മാത്രമായി, ആരുടെയും ശല്യമില്ലാതെ. അമൽ അത് പറഞ്ഞുകൊണ്ട് അവളുടെ അരയിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചു. ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ച് പ്രണയത്തോടെ അവൾ അവന്റെ തോളിലേക്ക് ചേർന്നു. അമലും അമൃതയും ഇപ്പോൾ ഒരു യാത്രയിലാണ്. കല്യാണശേഷം പ്രാരാബ്ദങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടും പോകാൻ കഴിയാതെ പോയ അവരുടെ ഹണിമൂൺ യാത്രയിൽ കോടമഞ്ഞു പുതഞ്ഞ തണുപ്പിലേക്ക് അവന്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വണ്ടിയിലിരുന്നു. അല്പസമയം കഴിഞ്ഞ് കോടമഞ്ഞു പുതച്ച ഊട്ടിയുടെ തണുപ്പിൽ ചെന്നിറങ്ങിയപ്പോൾ മനസ്സും ശരീരവും വല്ലാതെ ശാന്തമാകുന്ന പോലെ അമലിന് തോന്നി. ബുക്ക് ചെയ്തു വെച്ച റിസോർട്ടിലേക്കുള്ള യാത്രാമധ്യേ വണ്ടിയിലിരുന്ന് അവൻ അമൃതയുടെ അരയിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. വർഷങ്ങൾ അത്രയും അമലിന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിലും അമൽ എന്ന ആണിന്റെ സുരക്ഷിതത്വവും സ്നേഹവും അപ്പോളായിരുന്നു അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. പ്രണയമാർന്ന കണ്ണുകളോടെ അമൃത അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. മുന്നിലിരിക്കുന്ന ഡ്രൈവർ കാണാതെ അമൽ അപ്പോൾ അവളുടെ ചുണ്ടിലൊന്ന് ചെറുതായി ചുംബിച്ചു. മുന്നിൽ നിന്ന് ഡ്രൈവർ കാണുമെന്ന് അവൾ അപ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അവൻ ഒന്നുകൂടെ അവളുടെ ചുണ്ടിൽ പതിയെ കടിച്ചു. അവൾ അപ്പോൾ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു. പുറത്തുനിന്നും തണുത്ത കാറ്റ് വണ്ടിയുടെ താഴ്ത്തിയിട്ട ഗ്ലാസിനുള്ളിലൂടെ അവരുടെ മുഖത്തേക്ക് വീശി. അവർ രണ്ടുപേരും അപ്പോൾ മറ്റേതോ ഒരു ലോകത്തായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും മാത്രം ലോകത്തിൽ. അവരുടെ മനോഹരമായ യാത്ര 100 മടങ്ങ് സന്തോഷത്തിൽ അവസാനിക്കട്ടെ. അവർക്ക് കൊഞ്ചിക്കാൻ വേഗത്തിൽ ഒരു കുഞ്ഞു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളോടെ.